ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേൽസ് ഓഫ് കിച്ചൻ നിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയ ഒരു ഫാമിനെ പറ്റി പറയാനാണ്. ഇതൊരു സ്ട്രോബെറി പിക്കിംഗ് ഫാമാണ്. മെയിനായിട്ട് സ്ട്രോബെറിയാണ്, ബാക്കിയുള്ള വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. പിന്നെ വേറെ ഫ്രൂട്ട്സും അങ്ങനെയുണ്ട്. പിഗ്വെൽ ഫാം എന്നാണ് ഇതിൻ്റെ പേര്. സൗത്ത് ആംപ്ടണിലാണ് ഇത് ഉള്ളത്. നമുക്ക് വീട്ടിൽ നിന്നൊരു 18 മിനിറ്റ്സ് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ സീസൺ ഏകദേശം കഴിഞ്ഞു. മെയ് ഒരു മിഡിലോടുകൂടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജൂലൈ ഫസ്റ്റ് വീക്കോടെ അവർ ഏറെക്കുറെ അത് ഫിനിഷായി എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇന്നലെ പോയപ്പോഴാണേലും കുറച്ചൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. കിച്ചിയുടെ ഫസ്റ്റ് ടൈമാണ് കിച്ചി സ്ട്രോബെറി പിക്ക് ചെയ്യാൻ പോകുന്നത്. കിച്ചിയുടെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് സ്ട്രോബെറി. അപ്പം അത് അവളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. കുറച്ചും കൂടെ നേരത്തെ പോകേണ്ടതായിരുന്നു, അതിന് സാധിച്ചില്ല. ഇവിടെ എല്ലാത്തരം ബെറീസും എല്ലാം ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തവണ നമുക്ക് UK വളരെ ഹോട്ടായിട്ടും ഡ്രൈ ആയിട്ടുള്ളൊരു വെതറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രോബെറീസൊക്കെ പെട്ടെന്ന് തന്നെ റൈപ്പനായി പോയിട്ടെന്നാണ് അവരുള്ളവർ പറഞ്ഞത്. പക്ഷേ റണ്ണർ ബീൻസ്, ഫ്രഞ്ച് ബീൻസ് അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് എൻഡ് ഓഫ് ജൂലൈ തൊട്ട് അതിൻ്റെ ഹാർവെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്വീറ്റ് കോണൊക്കെ ഇഷ്ടമുള്ളവർക്ക് എൻഡ് ഓഫ് ഓഗസ്റ്റിലും അത് കാണാൻ സാധിക്കും. പിന്നെ ഓപ്പണിംഗ് ടൈം മൺഡേ ടു സാറ്റർഡേ ഉണ്ട്. 9 AM to 5 PM ആണ്. സൺഡേ ആണെങ്കിൽ 4 PM ക്ലോസ് ആവും. നമുക്ക് ഫീൽഡിലോട്ടുള്ള എൻട്രി ബിഫോർ ക്ലോസിങ് ടൈമിൽ ഒരു 30 മിനിറ്റ്സ് മുമ്പേ അവരത് എൻട്രി അവർ ക്ലോസ് ആക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടൈമൊക്കെ നോക്കിയിട്ട് പോകണം. പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമുക്ക് പ്രീ ബുക്ക് ഒന്നും ചെയ്യേണ്ട. നമുക്ക് നേരെ നമ്മളവിടെ ചെല്ലുന്നു, നമുക്ക് അതിനകത്ത് എൻട്രി ഉണ്ട്. പിന്നെ എൻട്രി ഫീസ് ഒന്നുമില്ല. നമുക്ക് സ്മോൾ ചാർജസ് അവർ ഒരു കണ്ടെയ്നർ അവർ തരുവാണെങ്കിൽ അതിനൊരു സ്മോൾ ചാർജസ് നമ്മൾ പേ ചെയ്യണം. ആ കണ്ടെയ്നർ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറിച്ചെടുക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് ബെറീസൊക്കെ. എന്നിട്ട് അതിനൊരു ബെറീസ് ആണെങ്കിൽ 5.5 pounds per kg ആണ് അവർ നോക്കുന്നത്. നമുക്ക് വീട്ടിൽ നിന്നുള്ള ബാസ്ക്കറ്റും അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ പംകിൻസ്, ബ്ലാക്ക് ബെറീസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് അവിടെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡോഗ്സ് ഇവിടെ അലൗഡ് അല്ല. പിന്നെ കിഡ്സിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യണമെന്നൊരു പ്രത്യേകം പറയുന്നുണ്ട്. ഈ ഗാർഡൻ ബെഡിൽ കൂടി ഒന്നും നടക്കാതെ, അങ്ങനെ ബുഷസിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കുഞ്ഞുങ്ങൾ നടക്കാതെ അങ്ങനെ ചെയ്യണമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും കുട്ടികൾക്ക് നല്ലൊരു സ്ഥലമാണ് ഇത്. നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ സീസൺ നോക്കിയിട്ട് പോകണം. അവരോട് വിളിച്ച് ചോദിച്ചാൽ മതി എങ്ങനെയാണ് ഇപ്പം സ്ട്രോബെറീസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നാൽ പിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ. പിന്നെ ക്ലൈമറ്റ് നോക്കിയിട്ട് പോവുക. നല്ല ഹോട്ടാണെങ്കിൽ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരിക്കും, നമ്മൾ മടുക്കും, ടയേർഡാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒരു സമയം നോക്കി നമുക്ക് എല്ലാവർക്കും ഇത് വിസിറ്റ് ചെയ്യാൻ സാധിക്കും. ചൂടാണേലും തണുപ്പാണേലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ പുറത്ത് പോകാനും ഔട്ട്ഡോറുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനൊക്കെ. കിച്ചി അങ്ങനെ തന്നെയാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല ദിവസമായിരുന്നു, അവൾ ഒത്തിരി എൻജോയ് ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.